أن امرأتين صامتا على عهد رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അക്കാലത്ത് 2 സ്ത്രീകൾ നോമ്പനുഷ്ഠിച്ചു. അങ്ങനെ ഫാജിഹതഹുമൽ ജൂബു അൽഅത്തു ശുഫിയാഹിൻ നഹാരി. വൈകുന്നേരം ആയ സമയത്ത് ശക്തമായ ദാഹവും വിശപ്പും അവർക്ക് അനുഭവപ്പെട്ടു. നോമ്പ് പൂർത്തിയാക്കാൻ കഴിയില്ല എന്നവർക്ക് തോന്നി. അത്രമാത്രം ക്ഷീണം അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടു. തസ്തഖ്ദിനാനി ഫിൽ ഇഫ്താരി. നോമ്പ് മുറിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാറസല ഇലൈഹിമ ഖദഹൻ, വന്നയാളുടെ അടുക്കൽ ഒരു പാത്രം കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, നീ ആ സ്ത്രീകളോട് കയ്യാഫിഹി, 2 പേരുടെയും പാത്രത്തിൽ ഛർദ്ദിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ദൂതൻ പാത്രവുമായി വന്നു. അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞ കാര്യം അറിയിച്ചു, നിങ്ങളോട് ഈ പാത്രത്തിൽ ഛർദ്ദിക്കാൻ വേണ്ടി നബി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവർ ഛർദ്ദിച്ചു നോക്കുമ്പോൾ ഒരു സ്ത്രീ ഛർദ്ദിച്ചത് പാത്രത്തിൻ്റെ പകുതി ഭാഗമാണ്. അത് ജലവും രക്തവും മാംസവും ഒക്കെ കലർന്ന ഒരു ഭാഗമാണ് ഛർദ്ദി. മറ്റേ സ്ത്രീയും അതേപോലെ ഛർദ്ദിച്ചു, പാത്രം നിറഞ്ഞു. ഇത് കണ്ട സഹാബാക്കൾക്ക് അത്ഭുതം തോന്നി. എന്താണിത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇതിന് അത്ഭുതപ്പെടാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഭക്ഷണം ഇവർ ഉപേക്ഷിച്ചു, നോമ്പനുഷ്ഠിച്ചു. പക്ഷേ അല്ലാഹു ഹറാമാക്കിയ ഭക്ഷണം ഇവർ കഴിച്ചു. ഇതാ ഗീബത്ത്. ഇവർ 2 പേരും കൂടി രാവിലെ മുതൽ ഇരുന്ന് ജനങ്ങളുടെ ഗീബത്ത് പറയുമായിരുന്നു. ഗീബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് തൻ്റെ സഹോദരൻ്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ്. അള്ളാഹു ഭക്ഷണം ഇവർക്ക് അനുവദിച്ചിരുന്നു, അതവർ ഒഴിവാക്കിയെങ്കിൽ പോലും നോമ്പിൻ്റെ കൂലിയൊന്നും അവർക്കില്ല. കാരണം അള്ളാഹു ഹറാമാക്കിയ ഗീബത്ത് ഇവർ രാവിലെ മുതൽ അവരുടെ തൊഴിലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസകരമാണ്. നോമ്പിൻ്റെ കൂലി യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് നാവിനെ സൂക്ഷിക്കുമ്പോഴാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മല്ലമദ ഖൗല സൂരി വൽ അമല ബിഹി വലൈസ ലില്ലാഹി ഹാജത്തുൻ യദഅ തആമഹു വശറാബ. ഖൗലുസൂർ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഖൗലുസൂർ എന്ന് പറഞ്ഞാൽ കളവ് പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക തുടങ്ങിയ നാവ് കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ വെറുതെ പട്ടിണി കിടക്കണമെന്ന് പടച്ചവന് ആവശ്യമൊന്നുമില്ല. അങ്ങനെ പട്ടിണി കിടന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല. അതുകൊണ്ട് വിലപ്പെട്ട നോമ്പിലാണ്, വളരെ ത്യാഗമുള്ള ചൂടേറിയൊരു കാലഘട്ടത്തിലാണ്, സമയത്താണ് നമ്മുടെ നോമ്പ്. പിടിക്കുന്ന നോമ്പുകൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മുടെ നാവിനെ സൂക്ഷിക്കുക. നന്മ പറയാൻ കഴിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതും ഒരു നന്മയാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഗീബത്തുകളും പറഞ്ഞ് നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിനെ നമ്മൾ അനുകൂലമായ സാക്ഷിയാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹു ബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.